വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങി വെച്ച ശീലമായിരുന്നു രാവിലെ നടക്കാനിറങ്ങുക എന്നുള്ളത്. സാധാരണ ഈ രാവിലത്തെ നടത്തത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു 2-3 ദിവസം വരെ നീണ്ടു നിൽക്കാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ച് തുടങ്ങിയതാണ്. ഇതെന്തായാലും മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള രീതിയിൽ. കാരണം ഞാൻ തീരെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല. എനിക്ക് രാവിലെ എണീക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒന്ന് എണീറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ നടത്തം എന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് ഇതെനിക്ക് നിർത്താതെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായതേ ഉള്ളൂ. എന്നാൽ പോലും ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ് ആയ പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. രാവിലത്തെ നടത്തം കഴിഞ്ഞു വന്ന് ഒരു കുളി കൂടി കഴിഞ്ഞിട്ടാണ് എൻ്റെ പണിയിലേക്ക് ഞാൻ കിടക്കാറ്. രാവിലെ എണീറ്റ് വെറും വയറ്റിലുള്ള ചായ കുടി അത് പണ്ട് തൊട്ടേയുള്ളൊരു ശീലമായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് ഇപ്പം ജസ്റ്റ് ചൂടുവെള്ളം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ജീരകമോ അല്ലെങ്കിൽ സിനമൺ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കാറാണ് ഇപ്പോഴത്തെ പതിവ്. ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഓർഡേഴ്സ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർക്ക്സ് ആയിരുന്നു കൂടുതലും ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്ത് വെച്ച വർക്കുകൾ ആദ്യം പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത വർക്കിലേക്ക് കടക്കാറ്. കാരണം ആ പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് കൊടുക്കാം. ഏകദേശം എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതിയോളം ഈ പാക്കിങ്ങിനായിട്ട് തന്നെ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം പാക്കിങ്ങിന് ഞാൻ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെയാണ് ചെയ്യാറ്. പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ടൈം സേവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ഉള്ള എന്തെങ്കിലും സൊല്യൂഷന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് നോക്കണം, ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് അറിയണം, പിന്നെ കുറച്ചും കൂടി യുണീക്ക് ആയിരിക്കണം എന്നുള്ളതും എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഈ പറയുന്നതൊക്കെ കേൾക്കാൻ സുഖമുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ കുറച്ച് ടഫാണ്. അങ്ങനെ ഒന്ന് കിട്ടുന്നവരെ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വർക്കായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട്സ് കിട്ടിയിട്ടില്ലെങ്കിലും കുറേ കഴിഞ്ഞിട്ടായാലും നമുക്കതിനുള്ള ഒരു റിസൾട്ട് എന്തായാലും നമുക്ക് യൂണിവേഴ്സ് തരും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ എക്സ്പീരിയൻസസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യവും. കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും അവരുടെ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസും കസ്റ്റമൈസേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ ഞാൻ ഈ ഒരു നോട്ട്ബുക്കിലാണ് എഴുതി വെക്കാറ്. ഓരോ ദിവസവും ഡിസ്പാച്ച് ചെയ്യേണ്ട ഓർഡേഴ്സിൻ്റെ സ്റ്റാറ്റസ് മാർക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ള സ്റ്റിക്കി നോട്ട്സാണ് യൂസ് ചെയ്യുന്നത്. പാക്കിംഗ് വരെയുള്ള പണികൾ കഴിഞ്ഞ് ഡിസ്പാച്ചിന് റെഡി ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെയും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഏതൊക്കെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും മിസ്റ്റേക്സ് ഇല്ലാതെ ഓരോന്നും ക്ലിയർ ചെയ്ത് വിടാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒറ്റയ്ക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓർഡേഴ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഓർഡേഴ്സൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ ഈ നോട്ട്ബുക്സും സ്റ്റിക്കി നോട്ട്സും ഒക്കെ ധാരാളമാണ്. അങ്ങനെ ചെയ്ത വർക്കുകളൊക്കെയും പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത സെറ്റ് ഓഫ് വർക്കുകൾ ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ഇനീഷ്യലി ക്ലേ ജ്വല്ലറീസ് ആണ് കൂടുതലും ചെയ്തു തുടങ്ങിയത്. എനിക്ക് അതാണ് ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടവും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ ക്ലേ ജ്വല്ലറീസിലായതുകൊണ്ട് അതിനോടാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം. അങ്ങനെ ക്ലേ ജ്വല്ലറീസ് ഒക്കെ ചെയ്തു വരുന്ന സമയത്ത് ഒരു കൗതുകത്തിന് ഞാൻ ആംഗ്ലറ്റ്സിൻ്റെ 1-2 വീഡിയോസ്, ഞാൻ ചെയ്ത 1-2 ഐറ്റംസിൻ്റെ വീഡിയോസ് ഞാൻ റീൽസായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്ത സമയത്ത് ആണ് എനിക്ക് മനസ്സിലായത് ആംഗ്ലറ്റ്സിനോട് അത്രയധികം ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് എന്നുള്ളത്. അങ്ങനെ ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടി പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി വീഡിയോസ് ഇടാൻ തുടങ്ങി. ഞാൻ മിക്കപ്പോഴും വീഡിയോസ് ഇട്ട് കഴിയുമ്പം അതിന് അത്യാവശ്യം റീച്ച് പോകാറുണ്ട്, ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യാറുമുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത വർക്കുകളൊക്കെയും ഓൾമോസ്റ്റും ആംഗ്ലറ്റ്സിൻ്റെ ആണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു ആംഗ്ലറ്റിൻ്റെ വീഡിയോ അത് കുറച്ച് അധികം ആൾക്കാർ കാണാനിടയായി. അത് മാത്രമല്ല, കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, അവർ ഓർഡേഴ്സും പ്ലേസ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഇത് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരു മഞ്ചാടീൻ്റെ ആംഗ്ലറ്റ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള പക്ഷേ എൻ്റെ കളക്ഷൻസിലുള്ളതല്ല ഇത്. ഇത് ഞാൻ ആൾ പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ്. ആൾക്ക് റിക്വയർമെൻറ്റ് അതായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ ഡിസ്പാച്ച് ചെയ്യാനുള്ള ഓർഡേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ എനിക്ക് നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ ഇരിക്കാൻ തോന്നാറുണ്ട്. അങ്ങനെയുള്ള ഒരു മൂഡായിരുന്നു ഇന്ന്. കയ്യിൽ ഇഷ്ടമുള്ളൊരു ഔട്ട്ഫിറ്റ് എടുത്തു. എന്നിട്ട് അത് നല്ലപോലെ സ്റ്റൈൽ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഒരു സമാധാനം. വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മടി തോന്നാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഐപാഡിൽ എന്തെങ്കിലും മൂവിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ഓൺ ചെയ്തിടും. മോഹൻലാലിൻ്റെ പണ്ടത്തെ മൂവി തൂവാനത്തുമ്പികളായിരുന്നു ഇന്നത്തെ ടൈം പാസ്. ആ സമയത്തൊക്കെ ഇറങ്ങിയ കുറേയധികം മൂവീസ് ഉണ്ട് റിപ്പീറ്റ് വാച്ച് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇടയ്ക്ക് കാണണം തോന്നുന്ന കുറച്ച് ലിസ്റ്റ് ഓഫ് മൂവീസ് ഉണ്ട്. എത്ര തവണ കണ്ടാലും ചിലപ്പോൾ നമുക്ക് വീണ്ടും കാണണം തോന്നും. ചില മൂവീസൊക്കെ ചെറുപ്പത്തിലിരുന്ന് കണ്ടതായിരിക്കാം. അതിൻ്റെ കഥ പോലും ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയുള്ള മൂവീസും ഞാൻ ചിലപ്പോൾ ഇരുന്ന് കാണാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കും ഒരു കസ്റ്റമർക്കുള്ള ആംഗ്ലറ്റ് ആണ്. ഇത് കസ്റ്റമൈസേഷൻ ചെയ്യാനുണ്ടായിരുന്നു. കസ്റ്റമറിൻ്റെ ചെറിയ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. Hi, I'm Mel. I'm your daughter. Stick with the facts. Great. And then ease into the deeper questions. ഇത് വേറൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്യാനുള്ള മറ്റൊരു കസ്റ്റമൈസേഷനാണ്. ഇതും ആംഗ്ലറ്റ് തന്നെയാണ്. Talk about our mutual love of cabins. You mentioned it. I don't know, maybe this is a mistake. I mean, it's a lot to spray on something on Christmas Eve. Or at all. ഈ ഒരു രീതിയിൽ ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന മുത്തുകളായിരുന്നു ഈ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തു കൊടുക്കേണ്ടത്. Maybe I'm just nervous and I should stay the course. കസ്റ്റമർക്കൊന്ന് ആദ്യം ചെയ്ത് കാണിച്ചിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വർക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. Well, you might want to figure out what you're going to say because he is now standing in the doorway staring at us. Okay. ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലേലിസ്റ്റും മാറിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലുള്ള ഒരു സീരീസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെർജിൻ റിവർ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീരീസാണ്. കുറച്ചധികം എപ്പിസോഡ്സ് ഉള്ളൊരു സീരീസാണിത്. അതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് കണ്ടിരിക്കാൻ ഇത് മതിയാവും. Hey, I gotta take this. Yeah, sure. Okay, it is my turn. Hello? അങ്ങനെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പൗച്ചിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പാക്ക് ചെയ്യാനാണ് ബാക്കിയുള്ളത്. ഇനി അടുത്തൊരു വർക്ക് എന്ന് പറയുന്നത് വീണ്ടും ഒരു കസ്റ്റമൈസേഷനാണ്. ഈ ഒരു സ്കെച്ച് ബുക്കാണ് ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഐഡിയാസൊക്കെ ഒന്ന് വരച്ച് വെക്കാനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമൈസേഷൻസ് വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഈ ഒരു സ്കെച്ച് ബുക്കിലാണ് വരച്ച് വെക്കാറ്. ചില ഐഡിയാസൊക്കെ പെട്ടെന്നായിരിക്കും മൈൻഡിൽ വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് മറന്നു പോകുന്നതിന് മുമ്പേ ഡംപ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ സ്കെച്ച് ബുക്സ് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആവും. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ് നിർത്തിയ പോലെ കസ്റ്റമറിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ജുംക്ക ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ വന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ കൂടുതലും ചെയ്യാറ് ഇതുപോലുള്ള ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അവരെ കാണിച്ച് അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമാണ് വർക്കിലേക്ക് കിടക്കാറ്.
കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു സാരിക്ക് മാച്ചായ രീതിയിലുള്ള ഒരു ജുംക്ക സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കിൻ്റെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ 2 കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് വേണം എനിക്കൊരു ഡിസൈൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻസ് മാച്ച് ചെയ്യുന്ന രീതിയിൽ 1-2 ഡിസൈൻസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രോസസ്സൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ഇങ്ങനെയുള്ള കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി അതെന്നെയും പേഴ്സണലി ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഐഡിയാസും അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റിയും അതിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ ഐപാഡിൽ പ്രോക്രിയേറ്റിൽ ഡിസൈൻ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. ചില സമയങ്ങളിൽ ഇങ്ങനെ വരയ്ക്കാൻ മൂടുണ്ടാകുന്ന സമയത്ത് സ്കെച്ച് ബുക്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. ഇപ്രാവശ്യം എനിക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കളർ പെൻസിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നല്ലപോലെ കളർ ചെയ്തിട്ട് ഈ 2 റെഫറൻസ് ഇമേജസ് ആണ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് കാണിച്ചു കൊടുത്തപ്പം മെയിനായിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് വേണം എനിക്ക് ക്ലേയിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ വിശേഷങ്ങളായിട്ട് ഇത്രയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻസ് ആയിട്ട് എഴുതാൻ മറക്കരുത്. മറ്റൊരാൾക്ക് എൻ്റെ വീഡിയോ കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കരുത്.